ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എന്തുകൊണ്ടാണ് ഈ സാധനം കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കരുതും. ഇതാണ് എൻ്റെ വീഡിയോയിലുള്ള സാധനം എന്ന് കാണിക്കാൻ വേണ്ടി ഇതുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊരു ബ്രോക്കോളിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു സംഭവം ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ കണ്ടൻറ് എന്ന് പറയുന്നത്. വളരെ ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സെറ്റിംഗ് ഒന്നും അങ്ങോട്ട് ഞാൻ ശ്രദ്ധിക്കാണ്ട് ജസ്റ്റ് ഒരു ക്വിക്ക് വീഡിയോ ആണ്. അപ്പം ഒന്നുമില്ല, ഞാനൊരു ബ്രൊക്കോളി സൂപ്പ് ട്രൈ ചെയ്യാമെന്ന് കരുതി. കുറേ നാളുകൾക്ക് മുമ്പ്, അത് ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും 1 ഇയർ കൂടുതലായിട്ടാണ്. കുറേ നാൾക്ക് മുമ്പ് ഞാനൊരു യൂട്യൂബ് എന്തൊക്കെയോ നോക്കിയിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി. അത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സൂപ്പായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന് തോന്നിയത്. ചേട്ടൻ കഴിച്ചിട്ടും ഭയങ്കര ടേസ്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ടിത് പിന്നെ ട്രൈ ചെയ്യണമെന്നൊക്കെ കരുതി. 1-2 തവണ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി ഉള്ള ഒരു ഓർമ്മ അത് മാത്രമാണ്. അപ്പോൾ എനിക്കിന്ന് ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ അടിച്ചു മാറ്റിയ റെസിപ്പിയാണ് ഗൈസ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പി അല്ല. അഹാന കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ ഒരു യൂട്യൂബ് വീഡിയോയിൽ കാണിച്ചിരുന്ന എൻ്റെ ഒരു ഓർമ്മ. കാരണം ഞാൻ കുറേ റെസിപ്പി ഒരു സാധനം ഉണ്ടാക്കാൻ പോകുമ്പം ഒരു 10 വീഡിയോ എങ്കിലും ഞാൻ നോക്കിയിട്ടായിരിക്കും അതിൽ നല്ലൊരെണ്ണമായിരിക്കും ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പരുവത്തിൽ ഞാൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട വീഡിയോ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യും. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട്, അതായത് അഹാനയുടെ അമ്മയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആ സൂപ്പ് ഉണ്ടാക്കിയതെന്നും അത് സക്സസ്ഫുൾ ആയതെന്നും അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമുക്കിനി കൂടുതൽ വാചകങ്ങൾ അടിക്കാതെ നേരെ റെസിപ്പിയിലോട്ട് പോകാം. എന്നിട്ട് ഇത് നമ്മുടെ ടെസ്റ്ററിന് കൊടുത്ത് അപ്രൂവ് ആക്കിയിട്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഐറ്റംസാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇതിനെ ഓരോന്നിനെയും ഓരോ സ്റ്റേജ് ആക്കി വെക്കുക. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാം. കാരണം ഇത് കുറച്ചൊരു ലോങ് പ്രോസസ്സാണ്. കാരണം നമുക്ക് ചുമ്മാ വേണമെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുഴു ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ അടത്തി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. തിളപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇടുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് ഇതാവും. നമുക്കപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രൊക്കോളി ക്ലീൻ ചെയ്യാനായിട്ട് ഈ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതിനെ വെള്ളം എടുത്ത് അതിൽ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് ബോയിലാണ് ചെയ്യുന്നത്. അപ്പം ആ ന്യൂട്രിയൻസ് ഒത്തിരി അങ്ങ് അതിൽ നിന്ന് പോത്തില്ല. ഇത് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പരുവാണ്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഡയറക്റ്റ്ലി ആണ് എല്ലാവരും വേവിക്കുന്നത്. ഇപ്പം ഞാൻ പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് ഫുള്ളി അതിനെ ഒന്ന് ബോയിൽ ചെയ്ത് ക്ലീൻ ചെയ്തെടുത്താണ്. അപ്പോൾ ഇനി നമുക്കിതിനെ സോട്ട് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇത്രയും ആവശ്യമുണ്ടെന്നറിയില്ല, എന്തായാലും നമുക്കത് വെച്ചിട്ട് വേഗം കുക്ക് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ക്ലീൻ ചെയ്ത് അത്യാവശ്യം ഒരു ചെറിയൊരു ബോയിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുടിച്ചു നോക്കാം. നല്ല ചൂട്
ചൂട് സൂപ്പാണ്. കണ്ടാൽ ഒരു നോർമൽ ലുക്കാണ്, പക്ഷേ അസാധ്യ ടേസ്റ്റാണ് ഇതിന്. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ടെസ്റ്റർ കണ്ടപ്പോൾ ഇതെന്തായാലും അടിച്ചു മാറ്റും. ഇപ്പോൾ ഈ ഒരു ബൗൾ സൂപ്പേ ഉള്ളൂ, ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് കുടിക്കും. അപ്പം ഇത് വളരെ സക്സസ്ഫുള്ളായി എന്ന് ഞാൻ പ്രൗഡ്ലി പറയുന്നു. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. പാല്, കോൺഫ്ലവർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്, അടിപൊളി. ഞാൻ ഒത്തിരി ബട്ടർ അധികം ചേർത്തില്ല, നോർമൽ അളവിലാണ് ചേർത്തത്. കഷ്ടപ്പെട്ടതിൻ്റെ ഗുണമുണ്ട് സുഹൃത്തുക്കളെ. ഒരു മിക്കവാറും ഞാൻ കുടിച്ച് തീർക്കുമെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ വരും, എന്നിട്ട് നമുക്ക് ആളുടെ റിയാക്ഷൻ കൂടി ഒന്ന് നോക്കാം. അതേ ടേസ്റ്റ് ഉണ്ടോ, ഇത് ടേസ്റ്റ് കുറവുണ്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് ഒഫീഷ്യലി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇനി വേറൊരാളുടെയും കൂടെ ഒരു അപ്രൂവൽ വേണം, അതിനുവേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാനിത് കുടിച്ച് തീർത്തേനെ. വളരെ ടേസ്റ്റി ആയിട്ട് ഭയങ്കര പിന്നെ ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിലുള്ള സൂപ്പ് കുടിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബ്രോക്കോളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും എന്താ ഒരു വിഷമം. നമുക്കിനി ഈ ബ്രൊക്കോളി ആഡ് ചെയ്യാം. അത് തീർക്കരുത്, ഇരിക്കണോ. ഇത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പരീക്ഷണമായിരുന്നല്ലോ.